അനുഗ്രഹിക്കപ്പെട്ട ഒരു നോമ്പുകാലം കൂടി ആഗതമായി. ഇന്നത്തെ വിചിന്തനത്തിന്റെ വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11 അധ്യായം 20 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താന്റെ എതിരായ തോൽക്കാത്ത ആയുധവുമാണ്. ഈ നോമ്പുകാലത്ത് നാം നമ്മെ തന്നെ മനസ്സിലാക്കുവാനും നമ്മുടെ പൂർവികർ നമുക്ക് പാകിത്തന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ ഒന്ന് അളന്നു നോക്കുവാനുമുള്ള അവസരമായി മാറ്റിയെടുക്കാം. കാരണം ആധുനിക ലോക ജീവിതത്തിൽ ആത്മീയതയ്ക്ക് പകരം ആഘോഷങ്ങളും പ്രഹസനങ്ങളുമാക്കി ഓരോ തിരുനാളുകളും നോമ്പുകളും നാം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുനാഥനുള്ള സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാൻ നാം മറന്നു പോകാറുണ്ടോ എന്ന് ചിന്തിക്കണം. അടയാളങ്ങളും അത്ഭുതങ്ങളും തേടി പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ കൊച്ചു ജീവിതത്തിൽ അനുദിനം ദൈവം നൽകുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിയുവാനും അതിനെ മനസ്സിലാക്കുവാനും എന്നോടുള്ള സ്നേഹത്തെ പ്രതി താൻ ഒന്നുമില്ലാതായി മാറിയ ക്രിസ്തുനാഥനെ പിൻചൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു തിരിച്ചറിവിന്റെ കാലമാകട്ടെ ഈ നോമ്പുകാലം. താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നതിനാൽ ശാസിച്ചുകൊണ്ട് യേശുതമ്പുരാൻ പറഞ്ഞു, കൊറോസീന നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. ഒരുപക്ഷെ നമ്മെയും ഇങ്ങനെ പറയാൻ ഇടവരും. ആകയാൽ എന്റെ ജീവിതത്തിൽ ഞാൻ പാളിപ്പോയ നിമിഷങ്ങളെ അനുതാപത്തിന്റെ നിമിഷങ്ങളാക്കിക്കൊണ്ട് കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായി മകളായി കൂടുതൽ ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മളെ അനുവദിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.